ഹലോ, നാട്ടിലെ ഉത്സവമാണ്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഗുരുവായൂരിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പണ്ട് മുതലേ വരുന്നൊരു ഷോപ്പാണ് അപ്സര എന്ന് പറയുന്നൊരു ഷോപ്പ്. നമ്മൾ വിചാരിച്ചൊരു മോഡൽ ഉണ്ടായിരുന്നു, അത് ഇവിടെ ഉണ്ടായില്ല കേട്ടോ. പിന്നെ വന്നിട്ട് കളേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അത് മമ്മിയൊരു അമ്പലത്തിനടുത്തൊക്കെ ആയിട്ടാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ അവിടെയും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ KSRTC സ്റ്റാൻഡിനടുത്തായിട്ട് ട്രെൻഡ്സിൻ്റെ പുതിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അതുവഴി ട്രെൻഡ്സ് എന്നൊക്കെ പറയുമ്പം സ്റ്റുഡിയോ ഒക്കെ പോലെ തന്നെ നല്ല ബ്രാൻഡഡും അതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് വലിയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ബൾക്ക് തുണികളൊന്നുമില്ല, വളരെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമാണ് സെയിലിനായിട്ടുള്ളത്. പിന്നെ ഇവിടെയുള്ള എല്ലാ ചുരിദാറുകളും മിനിമം 500 ആണ് സ്റ്റാർട്ടിങ് വരുന്നത് റേറ്റ്. പിന്നെ കുറേ നല്ല ടോപ്സുകളൊക്കെ ഉണ്ട് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ വന്നിട്ട് കുറച്ച് ടീഷർട്ടുകൾ മാത്രം ഇതുപോലെ 199 ഒരു ബോർഡ് വെച്ചിട്ട് കണ്ടു കേട്ടോ. അത് മാത്രമേ ഉള്ളൂ റേറ്റ് കുറവിൽ ഞാൻ കണ്ടത്. ചെറിയൊരു ഓഫർ പോലെ ആളുകൾക്ക് കുറച്ചും കൂടി ഇംപ്രഷൻ വന്നോട്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കും തോന്നുന്നു. കുറച്ച് ടീഷർട്ടുകളൊക്കെ ഞാൻ അടുത്ത് നോക്കുകയും ചെയ്ത് വലിച്ചു വാരിടുകയും ചെയ്തു. അപ്പം എന്തെങ്കിലും ഒന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലൊരു ബ്ലാക്ക് ടീഷർട്ട് കണ്ടപ്പോൾ ഞാനത് എടുത്തു. അങ്ങനെ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള കവറിൽ ഡ്രസ്സ് പാക്ക് ചെയ്ത് തരാറുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പർ കവറിലെങ്കിലും നമുക്ക് ഡ്രസ്സ് പാക്ക് ചെയ്ത് തരും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കവറിന് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. 10 രൂപ അങ്ങോട്ടാണ് ചാർജ് വരുന്നത്. ഈ 10 രൂപ കൊടുത്തിട്ട് ഒരു കവർ വാങ്ങിക്കാൻ എല്ലാവർക്കും അതൊരു താല്പര്യം ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഇത്രയും വലിയ ഷോപ്പൊക്കെ ആയിട്ട് കസ്റ്റമർ വന്നിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് പോകുമ്പം അവർക്ക് പാക്കിംഗ് എങ്കിലും ഒന്ന് ചാർജ് ഈടാക്കാതെ ചെയ്തു കൊടുക്കാമായിരുന്നു. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല, ചില ചുരിദാറുകൾ മെറ്റീരിയൽസ് നോക്കുമ്പം മറ്റു ഷോപ്പുകളിൽ കാണുന്ന അതേ മെറ്റീരിയൽ തന്നെ ഇവിടെ കാണുമ്പം കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. ടെക്സ്റ്റൈൽസിലൊക്കെ നമ്മൾ അവരുടെ കവറിൽ അവരുടെ പരസ്യം പേര് വെച്ചിട്ടുള്ള കവറുകളിലാണ് നമുക്ക് ചാർജ് ചെയ്തിട്ട് തരുന്നത് വെച്ചെങ്കിൽ അത് ഇല്ലീഗലാണ്. അവരുടെ പരസ്യം വെച്ചിട്ടുള്ള കവറുകൾക്ക് നമുക്ക് ചാർജ് കൊടുക്കേണ്ടതായിട്ടില്ല. അതല്ലാതെ ബ്ലാങ്ക് കവറുകളൊക്കെ ആണെച്ചെങ്കിൽ ഒക്കെ ചാർജ് വാങ്ങിക്കുകയാണെച്ചെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ലാതെ നമുക്ക് അങ്ങനെ ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൺസ്യൂമർ കോർട്ടിലൊക്കെ പരാതി കൊടുക്കാവുന്നതാണ്.